നല്ല മാച്ചിങ് ആണല്ലോ രണ്ടുപേരും. വെൽക്കം സർ. ഇതെന്താ ഒരു തുണി തന്നെ വെട്ടി തേച്ചതാണോ ഇത്? അമ്മയായിരിക്കും അല്ലേ? കൊള്ളാലോ. സൂപ്പർ ആയിട്ടുണ്ട് ആ കോൺസെപ്റ്റ് ഉണ്ട്. എല്ലാത്തിനും ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എല്ലാം ക്രിയേഷൻ അല്ലേ. അപ്പൊ അമ്മയ്ക്ക് ഒരു വലിയ സല്യൂട്ട് ഉണ്ട്. അതെ ശരിക്കും നല്ല മാച്ചിങ്. വെരി നൈസ്. അബിൻ എന്തോ എന്താണ് പരിപാടി? പരിപാടി അങ്ങനെയൊന്നുമില്ല, നല്ലോണം പോണു. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു. ആഹാ, ഡിഗ്രി ആയി. ഡിഗ്രി ആയി. ഇങ്ങനെ പൊക്കത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയാണോ അറിയില്ല, പൊക്കത്തേക്ക് എത്തിയ. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഇവിടെ വരുന്നത്. അപ്പോ അതിന്റെ ഒരു ഫീൽ ഉണ്ട്. കുറെ നാളായി ഇവിടെ വന്നിട്ട്. അപ്പോ മധുങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സീസണിൽ. അപ്പോ ഉണ്ണിയങ്കളിനെയും ഹായ് അബിൻ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. റണ്ണർ അപ്പ് ഒക്കെ ആയിരുന്നു. എംജികളൊക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ മീനൂട്ടിനൊക്കെ കുറെ കണ്ടിട്ട്. എവിടെ പഠിക്കണ? സന്തോഷമുണ്ടോടാ? സന്തോഷം. എവിടെ പഠിക്കണ മോനെ? ഞാൻ സെന്റ് മേരീസിലാണ് പ്ലസ് ടു. അല്ല, മലപ്പുറം. നീ എന്താ പരിപാടി? കൺഫ്യൂഷൻ. റിസർച്ച് ചെയ്തിട്ട് വേണം എന്തെങ്കിലും ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. പഠിക്കുന്നതിന് മുമ്പ് റിസർച്ച് തുടങ്ങി. പഠിക്കുന്നതിന് മുമ്പ് റിസർച്ച് തുടങ്ങി. അതല്ല, എന്തെടുക്കണം, ഇപ്പൊ എന്തെടുക്കണം? എന്തെങ്കിലും ഒക്കെ എടുക്കണം. നിർബന്ധമാണല്ലോ. താല്പര്യം മെഡിക്കൽ അങ്ങനൊന്നുമില്ല. ജീവിച്ചു പോകാൻ പഠിക്കാതെ എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. അതെ. റിഹേഴ്സൽ എങ്ങനെയുണ്ട്? റിഹേഴ്സൽ അടിപൊളിയായിരുന്നു, നന്നായിട്ട്. ഞങ്ങള് അനുഷ്ക എങ്ങനെയുണ്ട്? അനുഷ്ക അതാണ് നമുക്ക് അറിയേണ്ടത്. അനുഷ്ക ആദ്യം കണ്ടപ്പോ അങ്ങനെ സംഭവമായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്താ അവൾക്ക് ചേട്ടാ. പിന്നെ ആള് പാവാ. പിന്നെ പാട്ട് നല്ല പാട്ടാ. അപ്പൊ അബിൻ പാവാണോ? ആണോ? അപ്പൊ രണ്ട് പാവങ്ങളാണെന്ന് പാടാൻ പോകുന്നത്. പാവങ്ങൾ രണ്ടുപേരും ഒന്നിച്ച്. നല്ല പാട്ടാണ്. ബാക്കി ഡീറ്റെയിൽസ് പറയട്ടെ. മ്യൂസിക് ഔസേ ബച്ചൻ സാർ, ലിറിക്സ് ഷിബു ചക്രവർത്തി സാർ. മൂവി ഒരു മുത്തശ്ശി കഥ. വർഷം 1988. പാടിയത് എംജിങ്ങളും ലീലമ്മയും പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. മരണതൻ വേണുഗാനം കടലിവൾ പാടുമോ? കരളിലെ പ്രേമഗാനം ഇനിവൾ പാടുമോ? പഴയൊരാ പുലരികൾ ഇനി വരുമോ? നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. നല്ല ശംഖുകൾ കോർത്തു നൂലവർ താലിയായണിഞ്ഞു. ശംഖുമാലയും ചോടിമാരന്റെ മാറിലന്നമർന്നു. കടലോരമാകെ അവർ മറന്നു. കഥ കേട്ടു ചാരേ അവളിരുന്നു. തിരമാലകൾ തഴുകുന്നൊരി തീരഭൂമി ദ്വാപരയാ. തിരമാലകൾ തഴുകുന്നൊരി തീരഭൂമി ദ്വാപരയാ. പതിവായി കടലിൻ കരയിലിരുന്നവർ സ്വപ്നം കൈമാറി. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. ധിരണ 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 ധിരണ
കൊണ്ടവർ തീരഭൂമിയിൽ വീടു തീർത്തരാവിൽ തമ്മിലെന്നവർ എന്തു സ്വപ്നങ്ങൾ പങ്കുവച്ചിരിക്കാം. തിരമാല തിങ്ങി കടലിളകി തിരയേറ്റു തീരം തകർന്നു പോയി. ഇരുമെയ്യുകൾ ചേർന്നു രാവിൽ അലയാഴിയിൽ ആഴ്ന്നുപോയി. ഇരുമീയുകൾ ചേർന്നു രാവിൽ അലയാഴിയിൽ ആഴ്ന്നുപോയി. കടലിൽ പവിഴക്കോട്ടയിൽ ഇന്നവർ കനകം കൊയ്യുന്നു. നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. മരണതൻ വേണുഗാനം കടലിവൾ പാടുമോ? കരളിലെ പ്രേമഗാനം ഇനിവൾ പാടുമോ? പഴയൊരാ പുലരികൾ ഇനി വരുമോ? നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരയനായി ഞാൻ. പൊന്നരയനെ കണ്ടു മോഹിച്ച രാജകന്യയോ ഞാൻ. ആഹാ നൈസ് നൈസ് വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് തരാവുന്ന ഇത്രേ ഉള്ളൂ, ഒരു 0.25 തരാം. മതിയോ? ആ മതി. എത്രയിലാന്ന് ചോദിക്ക്. എത്രയിലാ? കൂടെ 97 തരാം. അപ്പൊ ടോട്ടൽ എത്ര? 97.25. യെസ്, ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. നൂലവർ താലിയായണിഞ്ഞ ഹാപ്പി അല്ലേ രണ്ടാളും? ഇനി കൂടുതൽ കൂടുതൽ വാങ്ങണം, മഴയൊക്കെ വീഴിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ബൈ. അഭിചേട്ടൻ ബൈ ബൈ.